ഈശോയേ നീ എന്നിൽ വാഴാൻ കൊതിക്കുന്നെന്നുള്ളം. ഈശോയേ നീ എന്നിൽ നിറയാൻ തുടിക്കുന്നെൻ നെഞ്ചം. നിന്നെ കാണുവാൻ എനിക്കാശ, നിന്നെ തൊടുവാൻ എനിക്കു വാഞ്ച. പ്രിയനേ എന്നീശോയേ നീ മാത്രം മതി. നിൻ സ്നേഹമൊഴുകുകെന്നിൽ ഈശോ ഈശോ നാഥ നാഥ. എനിക്കായി നീ മുറിഞ്ഞു ആ കാൽവരിയിൽ, എനിക്കായി നീ പിടഞ്ഞു ആ മരക്കുരിശിൽ. എനിക്കായി നീ മുറിഞ്ഞു ആ കാൽവരിയിൽ, എനിക്കായി നീ പിടഞ്ഞു ആ മരക്കുരിശിൽ. തിരുച്ചോരത്തുള്ളിയാലെൻ ജീവനെ കാത്തവൻ, മിഴിപൂട്ടിയാകമായി ജീവനായി തീർന്നവൻ ഈശോ ഈശോ നാഥ നാഥ. നിന്നെ കാണുവാൻ എനിക്കാശ, നിന്നെ തൊടുവാൻ എനിക്കു വാഞ്ച. പ്രിയനേ എന്നീശോയേ നീ മാത്രം മതി. നിൻ സ്നേഹമൊഴുകുകെന്നിൽ ഈശോ ഈശോ നാഥ നാഥ. ഈശോ ഈശോ നാഥ നാഥ. ഹലോ പ്രൈസ് ഗോഡ്. റൈസ് 2.0 എല്ലാവർക്കും സ്വാഗതം. റൈസ് ഇപ്പോൾ നമ്മൾ ഡോൺ ബോസ്കോയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒന്ന് കണ്ടുപോയാലോ? വാ, ഓടിപ്പോവാ വാ. റൈസ് എങ്ങനെയുണ്ടായിരുന്നു? പൊളിയായിരുന്നു, പവറായിരുന്നു. പശുക്കന്മാക്ക ഇറങ്ങി വന്നു, സീനാക്കി ഫുള്ള് അടിപ്പനായിരുന്നു. അടുത്ത പ്രാവശ്യം വരാം, സെറ്റാക്കാം. ഒരു മാറ്റം ഉണ്ടായിരുന്നോ ഈ ഒരു റൈസിൽ? പിന്നെ നന്നാവാൻ തോന്നി, ഇത്തിരി കൂടി നന്നായിട്ട് ബെറ്ററായി. എന്താണ് റൈസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? സ്റ്റേ സ്റ്റേ സ്കിറ്റ് സ്റ്റേ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഫ്രണ്ട്സൊക്കെ ആയിട്ട് പൊളിക്കാൻ വേണ്ടി, ചില്ല് ചെയ്യാൻ വേണ്ടി. ലാസ്റ്റ് ദിവസത്തെ മക്കബാ സ്കിറ്റ് ഓ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. സെറ്റാണ്. റൈസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നിങ്ങളെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തത് എന്തെന്നായിരുന്നു റൈസിൽ? അഡോറേഷൻ. സ്കിറ്റ് എങ്ങനെയുണ്ടായിരുന്നു? മ്യൂസിക്കോ? അഡോറേഷൻ്റെ ഡെക്കറേഷനും അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? ഡെക്കറേഷൻ വർക്ക്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, ഒറിജിനൽ ഫീലിംഗ് ആയിരുന്നു.
നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടായിരുന്നു റൈസിന്? ഉറപ്പായിട്ടും ഇനി അത് കീപ്പ് ചെയ്യണം. അപ്പൊ നമുക്കൊരു സബ്കോ ബോലോ ചെയ്താലോ? സബ്കോ ബോലോ. പേരെന്താ? ജിസ്ന. ജിസ്ന എവിടെ നിന്ന്? വീട് എവിടെയാ? സെയിന്റ് അഗസ്റ്റിൻ പാരിഷ്. എങ്ങനെയുണ്ടായിരുന്നു റൈസ്? എങ്ങനെയുണ്ടായിരുന്നു? ആദ്യമൊക്കെ ഭയങ്കര ഒരു നല്ല വൈബായിരുന്നില്ല. പക്ഷെ പിന്നീടായപ്പോൾ എന്താ പറയാ, സാവധാനം ഒരു നല്ല മൂഡിലേക്ക് വരാൻ തുടങ്ങി. നല്ല ഒരു എൻജോയ്മെന്റിലൂടെ ഫ്രണ്ട്സൊക്കെ കിട്ടി. എങ്ങനെയുണ്ടായിരുന്നു? എന്താണ് പേഴ്സണലി മാറിയത്? എന്താണ് ഭയങ്കരമായിട്ട് തൊട്ടത്? എന്താണ്? എന്നിട്ടാണ് തിരുവോസ്തി രൂപം അവിടെ വെച്ചിട്ട് വന്നിട്ടാണ് അവിടെ ബെഞ്ചിമേ തൊട്ടല്ലോ. അപ്പൊ എന്തോ സാധനം നമ്മുടെ ഉള്ളിലേക്ക് കയറണ മാതിരിയാണ് ഫീലായത്. പിന്നെ എനിക്ക് അവിടെ നിന്നപ്പോ കരയാനാ കൂടുതൽ തോന്നിയത്. താങ്ക് യു. പിന്നെ ആ ഒരു സ്പിരിറ്റ് എപ്പോഴും കീപ്പ് ചെയ്യുക, ഒരിക്കലും വീഴാണ്ട് ശ്രമിക്കുക. പ്രയർ ഗ്രൂപ്പിലേക്ക് വരണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹലോ, പേരെന്താണ്? റുവാൻ. ഏത് പാരിഷാണ്? ഞാൻ ലോരേറ്റോ ഫോട്ടോജി സൈഡിൽ. ഫോട്ടോജി. എങ്ങനെയുണ്ടായിരുന്നു റൈസ്? എങ്ങനെയുണ്ടായിരുന്നു റുവാൻ? റൈസ് സത്യം പറഞ്ഞാൽ ആദ്യമേ വരാൻ ഉദ്ദേശിച്ചല്ല. അപ്പോൾ കസിനൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ബോറായിക്കോന്നൊക്കെ വിചാരിച്ചു. പിന്നെ വന്ന് ഫസ്റ്റ് ദിവസത്തെ അടിപൊളിയായിരുന്നു. എന്താണ് മൊത്തം സെറ്റായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ കാര്യം ഈ അഡോറേഷൻ പോലത്തെ സംഭവമൊക്കെ വെറുതെ അടിപൊളിയായിരുന്നു. കാര്യം എനിക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്ങനെ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്ത ടൈപ്പ് ആളായിരുന്നു. ഇത് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് കൂടിയിരുന്നു. പേഴ്സണലി എന്തൊക്കെ മാറ്റമാണ് വേറെ ഉണ്ടായത്? എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തത്? വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാം, ആൾക്കാരോട് സംസാരിക്കാൻ നല്ല പേടിയായിരുന്നു. അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇടിയാക്കണം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അതൊക്കെ വിട്ട് ഫുള്ള് നന്നാവാനുള്ള ഇതിൽ. ഓക്കെ, വളരെ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആണ്. ഒത്തിരി പരിസ്ഥാത്മാവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും ജിസ് യൂത്തിൽ ആക്റ്റീവായിട്ട് നിൽക്കണം, വിഷയമായിട്ട് കൂടുതൽ എടുക്കണം. താങ്ക് യു. കുട്ടികൾ മാത്രം ചാപ്പലിലേക്ക് ഓടി കയറുന്നതായിട്ടൊന്നും കണ്ടു. നമുക്ക് ആ കുട്ടികളോടൊന്ന് റിവ്യൂ ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ റൈസ് എന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു റൈസ്? പൊളിയായിരുന്നു. ശരിക്കും അമ്മയപ്പം ഉണ്ട്, സീനിയർ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വിട്ടതാണ് പോകാൻ വേണ്ടി. അപ്പോൾ എനിക്കാരും കൂട്ടില്ലാത്ത തന്നെ ഇവിടെ കുക്കി അങ്ങനെ ഞാൻ വന്നു. അത് കഴിഞ്ഞ് ശരിക്കും മറ്റേ ഇതില്ലെന്താ മറ്റേ ഇനി അഡോറേഷൻ ടൈമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു ഫീൽ ഉണ്ടായില്ല. ഇവൾക്ക് ഫീൽ അടിച്ച്. അപ്പോൾ ഇവൾക്ക് കരയാനുണ്ടപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമല്ലേ അങ്ങനെയായിരുന്നൊരു ഇതായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം അഡോറേഷൻ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് കരഞ്ഞു പോയി. അപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് ഒരു കരഞ്ഞാൽ അതിനൊരു ഇതുള്ളൂ, കരയണം. ആ ഒരു ഫീല് തോന്നിയത് എനിക്ക് അപ്പോഴാണ്. നല്ലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു റൈസ്? എനിക്ക് ഞാൻ ആദ്യം ഭയങ്കര വിശ്വാസമൊക്കെയായിരുന്നു. ഫാമിലി വിശ്വാസമുള്ള ആളുകളാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവുള്ളൂ. പിന്നെ അതിനിപ്പോഴേക്കും ലൈഫിൻ്റെ ഒരു ഫേസ് വരുമ്പോഴേക്കും നമ്മൾ തന്നെ ചിന്തിക്കുമല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടോന്ന്. പക്ഷെ ഇവിടെ വന്നേ പിന്നെ ശരിക്കും ക്ലോസ് ആയിട്ട് നമുക്കത് ശരിക്കും ഫീൽ ചെയ്യുന്ന രീതിയിൽ എല്ലാം മാറ്റി മറിച്ച് പൊളിയായിരുന്നു. ശരിക്കും മിസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്പലിലോട്ട് കയറാം. പ്രൈസ് ഗോഡ്. റൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? പേഴ്സണലി നിങ്ങൾക്ക് റൈസ് എങ്ങനെയൊക്കെ തൊട്ടത് ഓരോരുത്തരും ഒന്ന് പറയാമോ? ആരാധന സൂപ്പറായിരുന്നു. കുമ്പസാരിക്കാൻ പറ്റി. രാത്രി ആക്ഷൻ സോങ്, രാത്രി ഡാൻസ്, ആരാധന, പാട്ട് വൈബായിരുന്നു. പേഴ്സണലി നിങ്ങളെടുത്ത ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇനി തൊട്ട് എനിക്കത് ഞാൻ ഇനി നന്നായിരിക്കും, കുടുംബ പ്രാർത്ഥന കൂടും, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു? ജീസ് യൂത്തിൽ ആക്റ്റീവ് ആവും. നിങ്ങൾ ഓരോരുത്തരും ഏത് പാരിഷാണ്? വടുതലക്കാരാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ വടുതലയിൽ ഇനി പ്രയർ ഗ്രൂപ്പിന് പോകും എന്നാണ്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും എന്ന് തീരുമാനം എടുത്തായിരുന്നു. അഡോറേഷൻ ആരെങ്കിലേക്ക് ഒന്ന് തൊട്ടായിരുന്നോ നിങ്ങളെല്ലാവരും? ഓഡിയോ വിഷ്വൽ മിനിസ്ട്രിയുടെ സ്കിറ്റൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഏത് സ്കിറ്റാണ് നിങ്ങൾക്ക് കൂടുതൽ? മക്കബാ സ്കിറ്റ് ആയിരുന്നു അല്ലേ? കരഞ്ഞായിരുന്നു ആ സ്കിറ്റ് കണ്ട്? മ്യൂസിക് മിനിസ്ട്രിയെ പറ്റി നിങ്ങൾക്ക് വൈബായിരുന്നു, അടിപൊളിയായിരുന്നു. ഇതേപോലെ നിങ്ങൾ ഇവിടെയൊക്കെ ഡെക്കറേഷൻ കണ്ടായിരുന്നു, അതൊക്കെ എങ്ങനെയുണ്ട്? അഡോറേഷൻ്റെ ഡെക്കറേഷൻ അടിപൊളിയായിരുന്നു. ഓരോ ഓക്കെ,
അതേപോലെ ഓരോ മിനിസ്റ്ററി നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി. ഫുഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഫുഡായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ചേട്ടന്മാരും ചേച്ചിമാരും അവിടെ രാത്രി വരെ ഇരുന്ന് പണിയെടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവർ എക്സാം ഉള്ള ആൾക്കാരുണ്ടായിരുന്നു, അല്ലാത്തവരുണ്ടായി. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്കൊരു നന്മ എന്ന് പറഞ്ഞ പറയുമ്പോൾ എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും വേണ്ടിയിട്ട് ഒച്ചല്ല നന്മ എന്ന് പറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അമ്മയുടെ കരുത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അപ്പോൾ സബ്കോ ബോലോ പ്രൈസ് ഗോഡ്. റൈസ് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും? അടിപൊളിയായിരുന്നു. നിങ്ങൾ എല്ലാവർക്കും ഒരു മാറ്റമായിരുന്നു റൈസ്. ഈ ഒരു 5 ദിവസം 4 ദിവസം നിങ്ങൾ മൊത്തത്തിലൊരു ദൈവമായിട്ട് കൂടുതൽ അടുത്തായിരുന്നു. ആർക്കെങ്കിലൊക്കെ ഒരു പേഴ്സണൽ ഷെയറിങ് പറയാനുണ്ടാവോ? ആർക്കാരെങ്കിലും മനസ്സിൽ നല്ല സന്തോഷം തോന്നി, റിലാക്സ് ആയി? ഓക്കെ, നിനക്ക് എന്താ തോന്നിയത്? 3-ാമത്തെ പ്രാവശ്യം ശരിക്കും പറയണം. ഓക്കെ, ദേവവിളി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു പ്രകാശവും കലച്ചിലൊക്കെ ആയിട്ട് വന്ന്. ഓക്കെ, അടിപൊളി. പ്രൈസ് ഗോഡ്. എന്താണ് റൈസിൽ നിന്നും ഒരു ഏൺ ചെയ്തത്, അല്ലെങ്കിൽ റൈസിൽ നമുക്ക് ഇതുവരെ ഞാൻ ഇങ്ങനെ കുമ്പസാരിച്ചിട്ടില്ല, ഇവിടെ വന്നിട്ട് കുമ്പസാരിച്ച പോലെ. മറ്റേ പാപങ്ങളെല്ലാം നമ്മ ഇറക്കി ഇങ്ങനെ വെച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ കാര്യം പറ്റി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മറ്റേ കുമ്പസാരത്തിലുള്ള ജന്മ മനസ്സാവണം പറഞ്ഞിട്ട് കുമ്പസാരിക്കുന്നത്. ആദ്യത്തെ കുമ്പസാരം എന്ന് പറയാം സത്യം. എൻ്റെ ആദ്യത്തെ കുമ്പസാരം. അപ്പോൾ മനസ്സറിഞ്ഞാണ് നിങ്ങൾ കുമ്പസാരിച്ചത്. പാപങ്ങളെല്ലാം കഴുകി ഒരു ഫ്രഷ് ആയിട്ടാ പോണ. സോ യു ഗൈസ് ആർ സെയിൻസ്, റൈറ്റ്? സോ യു ഗൈസ് ആർ സെയിൻസ്. പേരെന്നാ? അമൽ. സെയിന്റ് അമൽ, സെയിന്റ് അൻവിൻ, സെയിന്റ് അബി, ഓൾ ആർ സെയിന്റ്. ഡെയിൻ, സെയിന്റ് ഡെയിൻ. പേരെന്നാ? സെയിന്റ് അൽജിയാൻ, സെയിന്റ് ആനന്ദ്. സോ അൽജിയാനോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു അൽജിയാൻ? നല്ലൊരു ഫീലായിരുന്നു. ഓക്കെ, ആരാധന കുറെ കൂടിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ഇങ്ങനെ നല്ലൊരു ഫീലായിരുന്നു. ആനന്ദ്, എങ്ങനെയുണ്ടായിരുന്നു റൈസ്? റൈസിനെ പറ്റി പറയാൻ ഞാൻ ആദ്യമേ കൊണ്ടുവന്നപ്പോൾ ആദ്യമേ എനിക്ക് ഫസ്റ്റ് ഡേ ഇച്ചിരി ബോറിംഗ് ആയിട്ടൊക്കെ തോന്നി. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും എക്സൈറ്റ്മെന്റ് കൂടിയാണ്. ഇപ്പൊ തന്നെ എവിടെ നിന്ന് പോകണമെന്ന് ഒട്ടും ആഗ്രഹമില്ല. ആദ്യത്തെ ദിവസം വന്നപ്പോഴത്തേക്കും എവിടെ പാട്ട് പാടുക, എന്താ പറയാ, എന്താ ചെയ്യാ, കൃപയെന്നല്ലാതെ എന്ന് പറയുന്നതിന് പകരം ആദ്യമൊക്കെ തോന്നി എന്താണ് ഇത് കൃപയല്ല, ഇത് വെറുതെ പണ്ട് പെട്ടെന്ന് അത് തോന്നി. പക്ഷേ ഇപ്പൊ ശരിക്കും തോന്നിയാ. നമ്മളപ്പോ ചിറ്റൂർ പാരിഷുകാരുടെ കൂടെയാണ്. നമുക്ക് ഇവരോട് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു റൈസ്? അടിപൊളിയായിരുന്നല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അഡോറേഷനും? ഓക്കെ, പിന്നെ ഡെക്കറേഷൻസ്, AV എങ്ങനെ? ഓഡിയോ വിഷ്വലിന്റെ സ്കിറ്റ് ഒക്കെ നിങ്ങൾ പേഴ്സണലി ടച്ച് ചെയ്തത്? എല്ലാവരും ഇപ്പൊ ഒരു ഫുഡ് അടിയുടെ തിരക്കിലാണ്. നമുക്ക് ഓരോരുത്തരൊക്കെ റൈസിന്റെ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ട് വരും. ജബ്സൺ ഭായ്, റൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? റൈസിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? ഈ വന്നപ്പോൾ മാത്രം എന്തോ ഒച്ചപ്പാടും ബഹളമൊക്കെ തുടങ്ങിയല്ലോ, അതുവരെ വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. ഷോളേണ്ടി, റൈസിന്റെ എക്സ്പീരിയൻസ് പറയാവോ? അറിയാനായിട്ടില്ലേ, ഞാൻ ഇന്നാ വന്നത്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഇനിയിപ്പോ ഞാൻ വെളിയിൽ പോയി കാണട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഓക്കെ, എക്സ്പീരിയൻസ് നല്ലോണം. നമുക്ക് ഒരു ലീഡറിനോട് അതിന്റെ എക്സ്പീരിയൻസ് ചോദിക്കാം. ജോയൽ, റൈസിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? റൈസ് അടിപൊളിയായിരുന്നു. കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെക്കാട്ടും സൂപ്പറായിരുന്നു റൈസ്. ഈ വർഷത്തെ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോമാഞ്ചം. പിള്ളേർക്ക് എല്ലാവർക്കും സ്ട്രൈക്ക് ചെയ്ത് സ്കിറ്റിലൂടെ ആണെങ്കിലും പാട്ടിലൂടെ ആണെങ്കിലും എല്ലാം ഇഷ്ടം. പ്രത്യേകിച്ച് റിഷ്വിൻ സൂപ്പറായിരുന്നു കേട്ടാ. പിന്നെ അലഞ്ചേട്ടൻ്റെ ഗൗരവം എല്ലാം അടിപൊളിയായിരുന്നു. പുള്ളി കാരണമാണ് ആ റൈസ് ഓടിക്കൊണ്ട് പോകണത്. പിന്നെ ആഷിക്ക് അവിടെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഓക്കെ, റൈസിന്റെ അനുഭവങ്ങളൊന്ന് പറയാം. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്നുണ്ട്. ഭയങ്കര സന്തോഷം. ഒട്ടും പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു. എനിക്ക് ശരിക്കും പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷേ എങ്കിലും ഇവിടെ വന്നപ്പോഴത്തേക്കും കുറേ കുട്ടികൾക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി, ഹാപ്പിയായി. ഈശോയെ കൊടുക്കാൻ പറ്റി. അവരൊരു സന്തോഷവും ആ ഒരു ഗോഡ് എക്സ്പീരിയൻസ് ഒക്കെ കേട്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. താങ്ക് യു. ലീഡർ എന്ന നിലയ്ക്ക് ഒരുപാട് ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്, മല്ലമ്പണികളൊക്കെ എടുത്തിട്ടുണ്ട്. ഉറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഭയങ്കര കഷ്ടപ്പാടായിരുന്നു റൈസ്? കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടായിരുന്നു. പിന്നെ നമ്മൾ ഇൻ്റർസെക്ഷനൊക്കെ പോയിരിക്കാറുണ്ട് എപ്പോഴും. പിന്നെ നമ്മൾ കുറേ പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ ഈശോ നമ്മളെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് അത്ര കഷ്ടപ്പാടുണ്ടായില്ല. ഈശോ നമ്മളെപ്പോഴും സഹായിക്കാറുണ്ട്. എന്ത് പണിയുണ്ടായാലും നമ്മളെപ്പോഴും നമ്മളെ കൂടെ ഉണ്ടായാലും വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾ. ഓക്കെ, താങ്ക് യു. പ്രൈസ് ഗോഡ്.
ജീസസ് യൂത്തിന് റെക്സ് ബാൻഡ് പോലെ എന്നാ പറയാ നമുക്കുണ്ട് ഒരു ബാൻഡ്. നമ്മുടെ ബാൻഡ് മെമ്പേഴ്സ് ഇതായിരിക്കും. നമുക്കൊന്ന് ചോദിച്ചാലോ? ഓടിവാ. ഹേ മ്യൂസിക് മിനിസ്ട്രി, ഹൗ ആർ യു? എങ്ങനെയുണ്ടായിരുന്നു റൈസ്? എന്താ പറയാ, പറയാൻ വാക്കുകളില്ല. അടിപൊളിയായിരുന്നല്ലേ? പിന്നെ കോർഡിനേറ്റർ ഞാൻ തന്നെയാണ്, അതുകൊണ്ട് എല്ലാം അടിപൊളിയായിരുന്നു. മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റായത് ഞാൻ കാരണമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, റൈസ് എങ്ങനെയുണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം റൈസ് എടുക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് അസൂയ തോന്നുന്നു, കാരണം ഞാൻ കഴിഞ്ഞ വർഷം റൈസ് ഉണ്ടായതുകൊണ്ട് അതിനെക്കാട്ടി അടിപൊളിയായിട്ട് ഇന്ന് ചെയ്തിട്ട് ഈ വർഷം ചെയ്തിട്ടുണ്ട്. പിന്നെ കോർഡിനേറ്റർ ഉള്ളതുകൊണ്ട് നന്നായിട്ട് മ്യൂസിക്കിൽ പോയി. ഓക്കെ ഓക്കെ, ഈ ഒരു റൈസിന് കണ്ടൊരു മാറ്റം അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ ഒരു മാറ്റം ഒന്ന് പറയാമോ? അറൈസ് എന്ന് പറഞ്ഞാൽ അത് അറൈസാണ്, അതൊരിക്കലും ക്രിസ്മസ് ആവില്ല. നല്ലൊരു മാറ്റമാണ് ഉണ്ടായത്. അതെ, നമ്മൾ രാവിലെ എഴുന്നേക്കുന്നത് തന്നെ നല്ലൊരു മാറ്റമല്ലേ? ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് റൈസിന്റെ ഏറ്റവും മെയിൻ ഘടകമായിട്ടുള്ള തിയേറ്റർ മിനിസ്ട്രിയാണ്. നമുക്ക് തിയേറ്റർ മിനിസ്ട്രിയോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഒരു റൈസിലെ സ്കിറ്റും ഡാൻസും പരിപാടികളെല്ലാം? തിയേറ്റർ മിനിസ്ട്രിക്ക് സ്കിറ്റ് ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു, പിന്നെന്താണ് ആക്ഷൻ സോങ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്കിറ്റ് കളിച്ചു, ഡാൻസ് കളിച്ചു, ആക്ഷൻ സോങ്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ റിവ്യൂ ചോദിച്ചപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു തിയേറ്ററിൻ്റെ മക്കബ സ്കിറ്റ് ഒരുപാട് പേരെ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞു. അവർ ആ ഒരു ഇതിൽ തന്നെ വിശ്വാസം കൂടുതൽ ഉറപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ എഫേർട്ട് ഇട്ടത് ഒന്നൊന്ന് പറയാമോ? നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ എഫേർട്ട് ഇട്ടതെന്ന്? അതിൻ്റെ എഫേർട്ട് എന്ന് പറയാൻ വട്ടപൂജയാണ്, എല്ലാം കർത്താവിൻ്റെ കയ്യിലാണ്. ഞങ്ങൾ വട്ടം വെച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഒരു കൊന്തയല്ലി ഇന്റർസെഷനിൽ പോയിരുന്ന്, അത്രേ ഉള്ളൂ. ഞങ്ങളൊന്നും വേറെ ഒന്നും ചെയ്തിട്ടില്ല. ലൈറ്റ് സെറ്റാക്കി, വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം അതെ, പിള്ളേരെ വിളിച്ചെടുത്തി കാണിച്ചു, എല്ലാം കർത്താവ്. പോലീസിന് പ്രത്യേകം നന്ദി. ഇത്ര നാൾ ഞങ്ങളുടെ കൂടെ നിന്നതിനും ഇത്ര വിജയമാക്കിയതിനും എല്ലാ ഓളഞ്ചേഴ്സിനും എല്ലാ ലീഡേഴ്സിനും പ്രത്യേകം നന്ദി. അടുത്ത റൈസ് വരുന്നത്. ടാറ്റ ബൈ ബൈ, സൈൻ ഔട്ട്. Lord, I lift my hands, I give all the praise to you. Everything I am, you gave me the strength to do. Hey, Lord, I lift my hands, Lord, I lift my hands, I give all the praise to you. This is my response for making me brand new. Hey, Lord, I can feel your presence, putting all your peace